ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കഥ, കിളിക്കൂട്. ന്യൂ അഡ്മിഷൻ രാധിക മേനോൻ എന്ന് മിസ് പരിചയപ്പെടുത്തിയപ്പോൾ കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭഗവാനെ, ഇവൾ എന്തിനാ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? അമ്മ പറയും, 2 കൈയും കൂട്ടിയടിച്ചാലേ ഒച്ചയുണ്ടാവൂ, നീ മാറി നടന്നോളൂ എന്ന്. അതുകൊണ്ടാണ് പേരെടുത്ത കോളേജുകളിലൊന്നും ചേരാതെ വീട്ടിൽ നിന്നും അകലെ ഇവിടെ വന്നു ചേർന്നത്. 2 ബസ് കയറണം, അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. എന്നിട്ടും ഇവിടെയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു കോളേജിൽ ഒരേ ക്ലാസ്സിൽ എങ്ങനെ മുഖം നോക്കാതെ കഴിയാനാവും? അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ, മോൾ ഇനി കലാപരിപാടികൾക്കൊന്നും നിൽക്കണ്ട, അവൾ ജയിച്ചോട്ടെ എന്നായിരുന്നു മറുപടി. അത് തനിക്കും സ്വീകാര്യമായി തോന്നി. അച്ഛനോട് പറഞ്ഞപ്പോൾ, മോളെ കൃഷ്ണേ, പേടിച്ചോടാൻ തുടങ്ങിയാൽ ഓടാനേ നേരമുണ്ടാകൂ. ബി ബോൾഡ് ആൻഡ് ഫേസ് ഇറ്റ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതും ശരിയാണ്. കാലനെപ്പോലെ പുറകെ വരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓടിത്തളരുകയേ ഉള്ളൂ. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞത് സ്വീകരിക്കുക തന്നെ. കോളേജിൽ ആരും അറിയാത്ത രഹസ്യം അവൾ പരസ്യമാക്കുമോ എന്ന പേടിയുണ്ട്. ഹോ, തല പെരുത്തു കയറുന്നു. ഹോസ്റ്റലിലെത്തിയിട്ടും ഒട്ടും ആശ്വാസം തോന്നിയില്ല. കൃഷ്ണ തലയണയിൽ മുഖമമർത്തിക്കിടന്നു. കണ്ണീർ തലയണ കവറിൽ ചിത്രങ്ങൾ രചിച്ചു. പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും LKG മുതൽ മത്സരിച്ചിരുന്നവരാണ് രാധിക മേനോനും കൃഷ്ണ ചന്ദ്രമോഹനും. ക്ലാസ്സിൽ ഓരോ വിഷയത്തിൻ്റെ മാർക്ക് ടീച്ചർ പറയുമ്പോൾ രാധികയ്ക്ക് സ്വന്തം മാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ കൃഷ്ണയുടെ മാർക്ക് അറിയാനാണ്. സ്വന്തം പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് മാർക്കിനായി തർക്കിക്കും, വാശി പിടിക്കും. കണക്കിന് രാധികയ്ക്ക് കൂടുതൽ മാർക്കുണ്ടാവും. അച്ഛൻ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് കണക്കെനിക്ക് ഈസി ആവുന്നത് എന്ന് അവൾ കൃഷ്ണയെ നോക്കി മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കും. രാധിക സമ്പന്ന കുടുംബത്തിലായതുകൊണ്ട് അതിനെതിരെ പറയാൻ ക്ലാസ്സിൽ ആരും മുതിരില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യുവജനോത്സവത്തിൽ ഭരതനാട്യത്തിന് തനിക്ക് 1ാം സ്ഥാനം കിട്ടി. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് തന്നെ രാധിക ബഹളം വെച്ച് ദേഷ്യത്തിൽ തന്നെ പിടിച്ചു തള്ളി. ഡെസ്കിനടിയിലേക്ക് താൻ വീണു. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ, ഏതാടി നിൻ്റെ അമ്മ? ഏതോ അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്തല്ലേടി നിന്നെ? അവിടെ ഒരമ്മ. തനിക്ക് നന്നായി അറിയാവുന്ന കാര്യമായിരുന്നെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ചവൾ പരിഹാസ രൂപത്തിൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു, അതെടി, എന്നെ പ്രസവിച്ച അമ്മയല്ല, പക്ഷേ നിൻ്റെ അമ്മയേക്കാൾ നല്ലതാണ്. ഓടി വന്നവൾ തൻ്റെ കൈ പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് അലറിപ്പോയി. മേഴ്സി മിസ് വന്ന് അവളെ വഴക്കു പറയുകയും തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അച്ഛൻ പറഞ്ഞു, മോളെ കൃഷ്ണേ, നിനക്കറിയില്ലേ ഞങ്ങൾ നിന്നെ ദത്തെടുത്തതാണെന്ന്? അറിയാമച്ചാ. പിന്നെ നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്? സത്യത്തിന് നേരെ മുഖം തിരിക്കുകയല്ല, ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് മഹത്വം തെളിയിക്കേണ്ടത്. ഞങ്ങൾ നിനക്ക് അച്ഛനമ്മമാരുടെ സ്നേഹവും കരുതലും സംരക്ഷണവും നൽകുന്നു. നീ ഒരു മകളെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നു. മോളെ, മറ്റുള്ളവർ പറയുന്നതിൽ ഇത്ര വ്യാകുലപ്പെടുന്നത് എന്തിനാണ്? വേണ്ടാത്തതിനെ തള്ളിക്കളയണം. അച്ഛൻ്റെ വാക്കുകൾ അസാധാരണമായ ആത്മബലം തരുന്നതാണ്. കൂട്ടുകാരോടൊത്ത് ക്യാമ്പസിലൂടെ നടക്കുകയായിരുന്നു താൻ. അതാ രാധിക മുന്നിൽ. കൃഷ്ണേ, എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട്. അവൾ ബലമായി കൈപിടിച്ചിരിക്കുന്നു. ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായെങ്കിലും ഇതുവരെ അവളുടെ മുഖം കൊടുക്കാതെ നടക്കുകയായിരുന്നു. ഇവൾക്കെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ ആ പൊട്ടിച്ചിരിയും ബഹളവും ഒന്നുമില്ല. വേഷത്തിലുമുണ്ട് ഒരു ലാളിത്യം. ഞങ്ങൾ പോട്ടെ കൃഷ്ണേ? കൂട്ടുകാർ നടന്നു നീങ്ങി. ഞാൻ ദയനീയമായി അവളെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്താ രാധികേ? വരൂ, നമുക്ക് ആ ചാമ്പത്തറയിലിരിക്കാം. ഞാൻ അവളെ പിടിച്ചിരുത്തി. പെട്ടെന്നവൾ എൻ്റെ കൈ പിടിച്ച്, കൃഷ്ണേ, എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. അവൾ തല താഴ്ത്തി കരഞ്ഞു. എന്ത് പറ്റി രാധികേ? കൃഷ്ണേ, എൻ്റെ അമ്മ അച്ഛനെയും എന്നെയും ഉപേക്ഷിച്ച് അച്ഛൻ്റെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടി. നാണക്കേടോർത്ത് അച്ഛൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. അച്ഛൻ നിർബന്ധിച്ചിട്ടും ഞാൻ പോയില്ല. നീ പറഞ്ഞത് ശരിയാണ്. പെറ്റില്ലെങ്കിലും നിൻ്റെ അമ്മയ്ക്ക് സ്നേഹമുണ്ട്. അച്ഛനമ്മമാർ സ്നേഹത്തോടെ കുട്ടികളെ വളർത്തുമ്പോഴാണ് കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാവുന്നതെന്ന് ഞാനിപ്പോൾ പഠിച്ചു. നീ ഭാഗ്യം ചെയ്തവളാണ്. അല്പനേരത്തെ മൗനത്തിന് ശേഷം രാധിക പറഞ്ഞു, കൃഷ്ണേ, നീ എല്ലാം മറക്കണം. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. കൂട്ടുകാർക്കെല്ലാം നിന്നെ എത്ര ഇഷ്ടമാണ്. എന്നെയും അവരോടൊപ്പം കൂട്ടുകയാണെങ്കിൽ. ഞാൻ നിർബന്ധിക്കില്ല, കാരണം ഞാൻ അത്രയ്ക്ക്
ഓ രാധികെ, ഇങ്ങനെയൊന്നും പറയണ്ട. ഇതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ. ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. വരൂ, ബെല്ലടിക്കാറായി. വീട്ടിലെത്തി അച്ഛനും അമ്മയും ഒന്നിച്ച് ചായ കുടിക്കുമ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. അയ്യോ, ആ ഗീത എന്ത് പണിയാണ് കാണിച്ചത്? ഇപ്രായത്തിലല്ലേ അമ്മമാർ പെൺകുട്ടികളോടൊപ്പം വേണ്ടത്? പാവം രാധിക. സ്നേഹത്തിൻ്റെ അരുവിയാണ് എൻ്റെ അമ്മ. എത്ര പെട്ടെന്നാണ് അമ്മ വെറുപ്പെല്ലാം മറന്നത്. ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോൾ ഹാപ്പിയല്ലേ? അച്ഛനത് മതി. ഞാൻ അച്ഛനോട് ചേർന്നിരുന്നു. അമ്മ എൻ്റെ തലയിൽ തടവി നിന്നു. ഈ കിളിക്കൂടാണ് എൻ്റെ സ്വർഗം. ശുഭം.